ഹായ്, ഇന്ന് നമുക്കൊരു അലുവ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇടുവാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഈ പഞ്ചസാര നമുക്കൊന്ന് അലിപ്പിച്ചെടുത്ത് പാനിയാക്കണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നേടം വരെ നമ്മൾ കൈ എടുക്കരുത്. അപ്പോൾ ഇത് കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റെഡ് കളർ ഇട്ട് കൊടുക്കാം. നമ്മൾ കൈ എടുക്കണ്ട, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് എന്തെങ്കിലും എടുക്കാൻ മാത്രമായിട്ടൊന്ന് കൈ ഇട്ടിട്ട് പോകാമുള്ളൂ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. നമ്മുടെ ഹലുവ കുറുകി വരുന്നുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഒത്തിരി കൂട്ടിയിടണ്ട. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മുടെ അലുവ എടുത്ത് വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തേക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കിങ്ങനെ ഇളക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇങ്ങനെ ഇടണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അലുവ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ലെവലാക്കി വെക്കണം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂളി കൊടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂർ ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അലുവ നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കാം. അപ്പോൾ നമ്മുടെ അലുവ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ അലുവയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.